സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പരീക്ഷയ്ക്ക് പോകുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV D2 ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? SSLV D2 ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറു ഉപഗ്രഹങ്ങളാണ് EOS 07, JANUS 1, ആസാദി സാറ്റ് 2. EOS 07, JANUS 1, ആസാദി സാറ്റ് 2. പരാജയപ്പെട്ട കമ്പോള ദ്വീപം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MB രാജേഷ് ആണ്. പരാജയപ്പെട്ട കമ്പോള ദ്വീപം എന്ന പുസ്തകം എഴുതിയത് MB രാജേഷ്. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബോസ് കൃഷ്ണമാചാരിയാണ്. കേരളീയം 2023 ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരി. ദൗത്യ കാലാവധി പൂർത്തിയാക്കി 2023 ISRO നിയന്ത്രിത തിരിച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹം മേഘ ട്രോപിക്സ് 1 ആണ്. ദൗത്യ കാലാവധി പൂർത്തിയാക്കി 2023 ISRO നിയന്ത്രിത തിരിച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹമാണ് മേഘ ട്രോപിക്സ് 1. 2023 നവംബർ 23 അന്തരിച്ച സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവിയെ കുറിച്ച് സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പേര്? നീതിപാതയിലെ ധീരവനിത. ഡോക്യുമെന്ററിയുടെ പേര് നീതിപാതയിലെ ധീരവനിത എന്നാണ്. 2023 നവംബർ 23 അന്തരിച്ച സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ഫാത്തിമ ബീവിയെ കുറിച്ച് സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പേരാണ് നീതിപാതയിലെ ധീരവനിത എന്നത്. കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25 കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25 ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? അഭിലാഷ് ടോമിയാണ്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമി. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകയാണ്. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടക. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? മുംബൈ ഇന്ത്യൻസ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം നേടിയത് ആരാണ്? ചെറുവയൽ രാമനാണ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമൻ. 2023 ഇന്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ചത് ആർക്കാണ്? CR റാവു ആണ്. 2023 ഇന്റർനാഷണൽ പ്രൈസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിച്ചത് ആർക്കാണ്? CR റാവു. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1 എന്നാണ്. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായ ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏതാണ്? LVM-3 ആണ്. അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺവെബിന്റെ 36 ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏതാണ്? LVM-3. അടുത്ത ചോദ്യം, 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കമാണ്. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്.
മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ്, ചിത്രം നൻപകൽ നേരത്ത് മയക്കം. അതുപോലെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വിൻസി അലോഷ്യസ് ആണ്, രേഖ എന്ന സിനിമയിലെ അഭിനയത്തിന്. അടുത്ത ചോദ്യം, 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഇന്ത്യ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവിയാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി UT ഖാദർ ആണ്. കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളിയാണ് UT ഖാദർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് കലങ്ങുമുകളാണ്. പുനലൂർ നഗരസഭയിലെ കലങ്ങുമുകളാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ശ്രീ. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തുടങ്ങിയ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ. കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2023 ഒരുമയുടെ പലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ വെച്ചാണ്? തൃശ്ശൂരിലാണ്. തൃശ്ശൂർ. ഒന്നാം സ്ഥാനം നേടിയത് കാസർഗോഡാണ്. കാസർഗോഡ്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാണ് PT ഉഷ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് തുറന്ന സ്ഥാപനം ഏതാണ്? അഗ്നികുൽ കോസ്മോസ് ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ലോഞ്ച് പാഡ് തുറന്ന സ്ഥാപനം അഗ്നികുൽ കോസ്മോസ്. അടുത്ത ചോദ്യം, പശ്ചിമ ബംഗാളിന്റെ 22ാമത്തെ ഗവർണറായി നിയമിതനായ മലയാളി ആര്? CV ആനന്ദ ബോസ് ആണ്. പശ്ചിമ ബംഗാളിന്റെ 22ാമത്തെ ഗവർണറായിട്ട് നിയമിതനായ മലയാളിയാണ് CV ആനന്ദ ബോസ്. അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം മുട്ടയും പാലും നൽകുന്ന 61.5 കോടി രൂപയുടെ പോഷകാഹാര പദ്ധതിയാണ് പോഷണ ബാല്യം. അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം മുട്ടയും പാലും നൽകുന്ന 61.5 കോടി രൂപയുടെ പോഷകാഹാര പദ്ധതിയാണ് പോഷണ ബാല്യം. ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുചേത സതീഷ്. എത്ര ഭാഷകളിലാണ് പാടിയത്? 140 ഭാഷകളാണ്. സുചേത സതീഷ്. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യയാണ്. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി റഷ്യ. വേൾഡ് പാര അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൽ ദേവിക്കാണ്. വേൾഡ് പാര അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശീതൽ ദേവി. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്, IRPS. വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾക്ക് ലോകാരോഗ്യ സംഘടന നൽകിയ പേരാണ് ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്, IRPS. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഷൂട്ടിംഗ് താരമാണ്. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ പാലക് ഗുലിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ്. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദിയായിരുന്നത് ഖത്തർ. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദി ഖത്തർ. ലത ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് 2023 അർഹനായത് ആരാണ്? അമിതാഭ് ബച്ചനാണ്. ലത ദീനനാഥ് മങ്കേഷ്കർ അവാർഡിന് 2024 അർഹനായത് അമിതാഭ് ബച്ചൻ.
2024 ജോൺ എൽ ജാക്ക് സ്വിഗഡ് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യമാണ് ചന്ദ്രയാൻ 3. 2024 ജോൺ എൽ ജാക്ക് സ്വിഗഡ് ജൂനിയർ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 3 അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യ ഒളിമ്പിക്സ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സ്. അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സ്. അടുത്ത ചോദ്യം, 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയയാണ്. 30 വർഷങ്ങൾക്ക് ശേഷം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അടുത്ത ചോദ്യം, വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് 2024 ഒക്ടോബറിൽ നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെക്കുറിച്ച് പഠിക്കുന്നതിന് നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ്ണ പാളിയാണ് ഗോൾഡിൻ. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിൻ്റെ കനമുള്ള സ്വർണ്ണ പാളിയാണ് ഗോൾഡിൻ. കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഏതാണ്? ഉദയ് എക്സ്പ്രസ് ആണ്. കേരളത്തിലേക്ക് ആദ്യമായിട്ട് പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിൻ ഉദയ് എക്സ്പ്രസ്. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനമാണ് ബ്രേക്ക് ഡാൻസ്. 2022 തനിക്കെതിരെ നടന്ന വധശ്രമത്തെ അടിസ്ഥാനമാക്കി നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷീദിയാണ്. 2022 തനിക്കെതിരെ നടന്ന വധശ്രമത്തെ അടിസ്ഥാനമാക്കിയിട്ട് നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മർഡർ എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷീദി. അടുത്ത ചോദ്യം, ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. 2024 ലോക ഭൗമദിനം അല്ലെങ്കിൽ ലോക വേൾഡ് എർത്ത് ഡേയുടെ പ്രമേയം പ്ലാനറ്റ് വിയാസ് പ്ലാസ്റ്റിക് എന്നാണ് ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത്. ഏപ്രിൽ 22 ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവി ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. 2024 ഇറാസ്മസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? അമിതാവ് ഘോഷ് ആണ്. 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ജലം സമാധാനത്തിന് എന്നതാണ്. വാട്ടർ ഫോർ പീസ് എന്നതാണ് 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. ജലം സമാധാനത്തിന് അല്ലെങ്കിൽ വാട്ടർ ഫോർ പീസ്. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ശ്രേയസ് ഗിരീഷ്. 13 വയസ്സാണ് പ്രായം. ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ശ്രേയസ് ഗിരീഷ്. അടുത്ത ചോദ്യം, ഏഷ്യ പസഫിക് റീജിയനിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള 2023 പുരസ്കാരം നേടിയത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയാണ്. ഏഷ്യ പസഫിക് റീജിയനിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള 2023 പുരസ്കാരം നേടിയത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് ഇതുവരെ എന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കിയിട്ട് പുറത്തിറങ്ങിയ ചിത്രം ഇതുവരെ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസിയാണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് ഫൈസിയാണ് 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി.
ഗദ്ദിക കലാകാരനും കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനുമായ പി കെ കാളന്റെ സ്മരണയ്ക്കായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പി കെ കാളൻ പുരസ്കാരം 2024 അർഹനായത് കെ കുമാരനാണ്. പി കെ കാളൻ പുരസ്കാരം 2024 അർഹനായത് ആരാണ്? കെ കുമാരൻ. അടുത്ത ചോദ്യം, പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേര് കുറുമാട്ടി. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2024 ഏപ്രിൽ 26 കേരളത്തിൽ 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 2024 ഏപ്രിൽ 26. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? ആനി ജോർജ് മാത്യു ആണ്. ആനി ജോർജ് മാത്യു 16ാമത്തെ ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായ മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. പദ്ധതിയുടെ പേര് ഓർമ്മത്തോണി. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപയാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. 2023 കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. 2023 ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ല വയനാടാണ്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. കേരളത്തിന്റെ സി സ്പേസ്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസനാണ്. 2024 ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണിദാസൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയതാരാണ്? ഡോക്ടർ PK രാധാമണിയാണ്. അക്ഷരോങ്കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിലും മലയാള വിഭാഗത്തിൽ പുരസ്കാരം നേടിയതാരാണ്? ഡോക്ടർ PK രാധാമണി. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ EP നാരായണൻ പെരുവണ്ണാനാണ്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. ബ്രഹ്മപുരം മാലിന്യം പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കിയിട്ട് അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? B ഹരി നായരാണ്. B ഹരി നായർ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് B ഹരി നായർ.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. വംശനാശത്തിന്റെ വക്കിലുള്ള മാത്തിക്ക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചക്കാലിയ. മാത്തിക്ക ഭാഷ. വംശനാശത്തിന്റെ വക്കിലുള്ള മാത്തിക്ക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായമാണ് ചക്കാലിയ. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വിജയവാഡയിലാണ്. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? വിജയവാഡ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത K. സുഗതനാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്വേത K. സുഗതൻ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി പാർവതി ബർവ ഹസ്തികന്യ എന്നും അറിയപ്പെടുന്നു. ഹസ്തികന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? പാർവതി ബർവയാണ്. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് ആസാം സ്വദേശിനിയായ പാർവതി ബർവ. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഈ റോഡിലെ തന്തൈ പെരിയാർ വന്യജീവി സങ്കേതമാണ് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം. 2024 ഭാരതരത്ന ലഭിച്ച ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത് ആർക്കൊക്കെയാണ്? VV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ എന്നിവർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത്. VV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ്? പുഷ്പക് ആണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വിക്ഷേപിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്, എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? എക്സ്പോസാറ്റ് ആണ്. എക്സ്പോസാറ്റ്, എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമനാണ്. 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട്. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296നെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയാണ്. സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296ന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. ബഹിരാകാശ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ബഹിരാകാശ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം എവിടെയാണ്? ഗുജറാത്ത്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ് എന്നാണ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര് ശിവശക്തി പോയിന്റ്. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഗാൽവിൽക്കർ. ലോക്പാൽ അധ്യക്ഷൻ
ജസ്റ്റിസ് AM ഗാൽവൽക്കർ. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. 2023 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ ഗുൽസാർ, രാംഭദ്രാചാര്യ എന്നിവരാണ്. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളാണ് ഗുൽസാർ, ഉറുദു കവിയായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യ എന്നിവർ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. 2024 ബ്രസീലാണ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. 2024 ബ്രസീൽ. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ. നാറ്റോയിൽ അംഗമായ എത്രാമത്തെ രാജ്യമാണ് സ്വീഡൻ? 32ാമത്തേതാണ്. 2024 ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിസ്കോവയാണ് 2024 ലോകസുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്രിസ്റ്റീന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ. 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം യെസ് വി ക്യാൻ ആൻഡ് TB എന്നതാണ്. 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയമാണ് യെസ് വി ക്യാൻ ആൻഡ് TB എന്നത്. 66ാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻ്റ് ആണ്. ദിസ് മൊമെൻ്റ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകമാണ് ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ്. 2023 വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി നേടിയത് ഹരിയാനയാണ്. 2023 വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി നേടിയത് ഹരിയാന. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായത് ജോൺ ബ്രിട്ടാസ് ആണ്. ജോൺ ബ്രിട്ടാസ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് കേസരി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് വിൽപ്പന തുടങ്ങിയത്? തൃശ്ശൂരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് വിൽപ്പന തുടങ്ങിയത്? തൃശ്ശൂർ. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് K-ലിഫ്റ്റ്. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് K-ലിഫ്റ്റ്. അവസാനത്തെ ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ സെയിലർ വിഷ്ണു ശരവണനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ സെയിലറാണ് വിഷ്ണു ശരവണൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.